വയനാട് രോഗിയുമായി പോയ ആംബുലൻസിന് വഴി കൊടുത്തില്ലെന്ന് പരാതി. ബത്തേരിയിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോയ ആംബുലൻസിനാണ് കാർ തടസ്സം സൃഷ്ടിച്ചത്. സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് പരാതി നൽകി. ആഷിഖ് റഹ്മാനുണ്ട് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആഷിഖ്, എപ്പോഴാണ് ഈ സംഭവം? എന്തൊക്കെയാണ് പരാതി? ആതിര, ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. വയനാട് ബത്തേരിയിൽ നിന്ന് മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു കാർ ആംബുലൻസിന് തടസ്സം സൃഷ്ടിക്കുന്നത്. അല്പസമയം ഈ ആംബുലൻസിന് മുന്നിലൂടെ തടസ്സം സൃഷ്ടിച്ച ശേഷം കുറച്ച് കഴിഞ്ഞ് ഈ ആംബുലൻസിന് മുമ്പിൽ നിന്ന് മാറുന്നത് കാണാമായിരുന്നു. എന്തായാലും ആംബുലൻസ് ഈ സിഗ്നലെല്ലാം എമർജൻസി സിഗ്നലെല്ലാം ഇട്ടുകൊണ്ടാണ് യാത്ര ചെയ്തിരുന്നത്. പക്ഷേ അല്പസമയം ഈ യാത്ര തടസ്സപ്പെടുന്ന രീതിയിലായിരുന്നു ഈ ഒരു കാർ യാത്രക്കാരൻ സഞ്ചരിച്ചത്. ശേഷം അല്പസമയത്തിന് ശേഷം മാറിയെങ്കിൽ പോലും ഇതിന്റെ ഈ ആംബുലൻസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കൽപ്പറ്റ എൻഫോഴ്സ്മെന്റ് RTOക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിരവധി ഇത്തരത്തിൽ വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു സംഭവം വയനാട്ടിൽ നിന്ന് ആവർത്തിക്കുന്നത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഒരു വ്യക്തിയായിരുന്നു ഈ ആംബുലൻസിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അടിയന്തരമായി മേപ്പാടി മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ബത്തേരി സ്വകാര്യ ആശുപത്രിയിലെ ആംബുലൻസ് ആണ് ഇങ്ങനെ വഴിയിൽ അത്യുൽപസേവനം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും ബത്തേരി കൽപ്പറ്റ RTO ഇത് സംബന്ധമായി ബന്ധപ്പെട്ട് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ആതിര. ശരി, ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.